ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഒരു പുതിയ സാധനം അവിടെ ഓർഡർ ചെയ്തിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതിൻ്റെ അൺബോക്സിങ് ആണ്. കവറൊക്കെ പൊടിയൊക്കെ ഉണ്ട്, അത് നോക്കണ്ട. നല്ല കനമുണ്ട്. എന്താണെന്ന് ഗസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ഇട്ടോളി. ഇപ്പം നിങ്ങൾ ഇടില്ല എനിക്കറിയാം, എന്നാലും വെറുതെ പറയുന്നേ. അപ്പം ഇത് അൺബോക്സ് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. കത്തി ഇതാ, ഞാൻ ഒറ്റയ്ക്കാണ്, അതിനോട് കുറച്ച് പണി ഉണ്ടാവും. ഇവിടെ ഹൈപ്പർ അവിടെ വെച്ചിട്ട് എടുക്കേണ്ടി വരും. ഇപ്പോൾ അൺബോക്സിങ് നേരെ തുടങ്ങാം. അപ്പോൾ ഗൈസ്, ആ കവർ പൊളിച്ചൊരു ചാക്കിലായിരുന്നു. അതിൻ്റെ അകത്തൊരു ഇതുണ്ട്, കുറച്ച് ദൂരം നനച്ചിട്ട്. അത് എങ്ങനെയാണ് ഇപ്പോൾ സംഭവം ഉള്ളത്. അത് കഴിച്ചപ്പോൾ ഒന്ന് വേർത്ത് ഒലിച്ചു. ഇവിടെ ഇതെന്താണിത്? എന്ത് ഫുള്ള് സെല്ലോ ടാപ്പിൻ്റെ അങ്ങനത്തെ അല്ല. ഇതാ കഴിച്ചിട്ട് നല്ലതാണ്. എന്താണ് പറയുക, നല്ല കെട്ടാണ് കെട്ടിയത്, ചാക്കൊക്കെ വെച്ചിട്ട്. അതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. അപ്പം ഇത് ഞാൻ അൺബോക്സ് ചെയ്യണം. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വലിച്ച് ഊരി ഇതൊക്കെ കിടക്കിയ കലങ്കോലായിരുന്നു ഇത് ഊരിയപ്പോൾ തന്നെ. ഇനിയിപ്പോൾ ഇതൊന്ന് പൊളിച്ച് നോക്കാം നമുക്ക്. സാധനം ഇതവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ പൊളിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല, ഡംബലാണ്. ഡംബലിൻ്റെ ലാർജ് സൈസ് ആയിരുന്നു ഓർഡർ ചെയ്ത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അത് ഷോർട്ടൊക്കെ ആയിരുന്നു. എന്താ അവിടെ അത്ര വലിപ്പമുള്ളൂ. ഇതെല്ലാം വലുതാണ് ഉദ്ദേശിച്ചത്. 2 ഉണ്ടെന്നാണ് തോന്നുന്നുണ്ട്. നമ്മളൊന്ന് എടുത്തു നോക്കാം. എല്ലാം ഇത് ഒന്നിൽ ഒരെണ്ണം വെച്ചിട്ട് കുറേ എണ്ണം ഉണ്ട്. ഇതൊക്കെ ഇതുമ്പോൾ ഫിറ്റ് ചെയ്യാനുള്ളത്. ഒന്നൊന്ന് ഏകദേശം 2.5 കിലോ ഉണ്ട്. 2.5 വെച്ചിട്ട് 10 കിലോ ഉണ്ട്. 4 ഇതെത്ര ഉണ്ട്? ഇത് 1 കിലോ ഒറ്റാണെന്ന് തോന്നുന്നത്. മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാനില്ല. ഞാൻ ഇങ്ങോട്ടേക്കാണ് എടുക്കുന്നത്. കുറച്ചൊക്കെ പണിയുണ്ട് ഒറ്റയ്ക്ക് കൈ പിടിച്ചെടുക്കാൻ. ഒന്നും കൂടി ഉണ്ട്. ഇത് അത്രയും സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് 600 റുപ്യാണ് ഫ്ലിപ്കാർട്ടിൽ. ഞാൻ ലിങ്ക് താഴത്ത് കൊടുത്തേക്കാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാം, നല്ലതാണ്. പഠിത്തം മാത്രമായിട്ട് കാര്യമില്ലല്ലോ, കാര്യമൊക്കെ ഉണ്ട്. അത് 2 ഉണ്ട്. ഇത് വലുതില്ല, തട്ടിപ്പ്. റിട്ടേൺ അയക്കേണ്ടി വരും മിക്കവാറും. വലുത് കാണില്ല, വലുതുണ്ട് എന്നിട്ടാണ് വാങ്ങി. ഇതെന്താ സോഫ്റ്റ് സാധനം? അറിഞ്ഞൂടെ, ആർക്കെങ്കിലും അറിയാൻ പറയണം, നോക്കണം എനിക്ക് എന്താന്ന്. എന്താ ഒരു സാധനമൊക്കെ, ഒരു ടയറിനകത്ത് എന്തൊക്കെയുണ്ട്. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇതത്രയാണ് ഉള്ളത്. എന്തൊക്കെയാ ഇതത്ര ഉള്ളു സാധനങ്ങൾ. അപ്പം ഇനി നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് സംഭവം? എനിക്കിത് ആദ്യമൊന്നും മനസ്സിലായിട്ട് ഇതൊക്കെ എന്തിനാണെന്ന്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊരു പൈപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സാധനം കണ്ടോ, എന്താ ഈ വട്ടം? അത് ഇവിടെ ഇല്ല, അതാണ് ഇവിടെ പൊട്ടിയത്. അത് പൊട്ടീന് ഇവിടെ, അതാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഫിറ്റായി നിൽക്കുന്നുണ്ട്, ലൂസൊന്നുമില്ല. ഇത് ഇവിടെയും 10 കിലോ ഉണ്ട്. പൊന്തിക്കാൻ കഴിയില്ല, ഒറ്റ കൈകൊണ്ടൊക്കെ കഴിയും, പക്ഷേ ഇപ്പോൾ പൊന്തിക്കയില്ല ഇരുന്നിട്ട്. ഇതിപ്പോൾ അത് 2 കൂടി കെട്ടയക്കേണ്ട അയച്ചില്ല. ബാക്കിയുള്ളതിൻ്റെയൊക്കെ കവർ ഇതിൽ തന്നെ ഇട്ടണ്. ചിലപ്പോൾ റിട്ടേൺ അയക്കണമെങ്കിൽ ആവശ്യം വരും വെച്ചിട്ട് കുറേ എണ്ണം അയച്ചില്ല. കാണിച്ചു തരപ്പോൾ ഇത് 2 കിലോ, 2 കിലോൻ്റെ 4 എണ്ണം. പിന്നെ ഇത് 3 കിലോ. കാണിച്ചാ 3 കിലോ. കാണില്ലല്ലേ. ഇത് 3 കിലോ, 3 കിലോൻ്റെ 4 2 കിലോൻ്റെ 4 അങ്ങനെ 20 കിലോൻ്റെയാണ് സെറ്റ്. ഇതിന് 600 രൂപയാണ് വരുന്നത്. ലാഭമാണെന്നാണ് തോന്നുന്നത്. 4900 കാണിക്കുന്ന ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞ് വാങ്ങിയതാണ്. അത് നല്ല ടൈറ്റായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ഊരി പോരുന്നൊന്നുമില്ല, അങ്ങനെയൊന്നും ഊരി പോരില്ല. പക്ഷേ ഇവിടുത്തെ ഇത്തിരി ലൂസ് അടിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല ടൈറ്റാക്കിന് ഞാൻ അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ വലുതും ആക്കാം ചെറുതും ആക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ കാണിച്ചാൽ ഇവിടെ ഇത് ഊരിണ്ടെങ്കിൽ ഇത് ചെറുതാക്കിയിട്ട് 2 ഡമ്പലാക്കി ഉപയോഗിക്കുക.
ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല യൂസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒന്നണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തു. ഇത് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ റിട്ടേൺ അയക്കുക. അതിനോണ്ടാണ് ഇപ്പോൾ ഒരു ഗ്യാരണ്ടിയിൽ നിൽക്കണം. ഇനി ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ റിട്ടേൺ അയക്കണം. എന്നിട്ട് പൊട്ടി നിലത്ത് വീണെങ്കിൽ ടൈൽസ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് പെട്ടെന്ന് എന്തൊക്കെ ഉണ്ടാവും നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. ഇതൊക്കെ നല്ല സേഫ്റ്റി, കിടക്കേൻ്റെ മുകളിൽ നിന്നൊക്കെ ചെയ്യണ്ട. എന്നാൽ അടിയിലൊരു പായൊക്കെ വിരിക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി സേഫാണ്. അപ്പോൾ അൺബോക്സിൻ്റെ വീഡിയോ ഇവിടെ കയ്യാണ്. ബാക്കിയുള്ളൊന്നും പൊളിച്ചില്ല. 2 ആക്കിയിട്ടൊന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. ഗായ്സ്, ചെറിയൊരു സീൻ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് ഊരാൻ നല്ല കഷ്ടപ്പാടുണ്ട്. ഇത് തിരിച്ചിട്ട് കിട്ടുന്നില്ല. ലാസ്റ്റ് എന്തോ ഒരു പൊട്ടുന്ന നേരത്തെ സൗണ്ട് കിട്ടിയിട്ടാണ് ലാസ്റ്റ് പിന്നെ ലൂസായി. എന്താ അറിയില്ല. അപ്പോൾ 2 ആക്കിയിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് 2 രണ്ടും കൂടി ഒന്നിലാക്കിയിട്ടുള്ളത്. മറ്റേ വലുതായിരുന്നു, ഇതിപ്പോൾ ചെറുതാക്കി ഡമ്പല് ആണ്. ഇതിപ്പോൾ ഒറ്റ 10 കിലോ ഉണ്ട്. ഇത് 10 കിലോ പറഞ്ഞെങ്കിൽ 3 കിലോ അതും 2 കിലോ അതും 3 കിലോ 2 കിലോ, അപ്പോൾ 5ഉം 10ഉം 10 കിലോ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ വലുതിൽ തന്നെ, ചെറുതിൽ 10 കിലോയെ മാക്സിമം ലോഡ് ചെയ്യാനുള്ളൂ. പിന്നെ ഇവിടെ ഒന്നും കൂടി വെക്കാനൊന്നും കഴിയില്ല. ആ ഒരു സീനുണ്ട്. പിന്നെ വലുതിലാണെങ്കിൽ നമുക്ക് ഈ സൈഡിലും കൂടി ഒരെണ്ണം കൂടി വെക്കാം. അപ്പോൾ മാക്സിമം എത്ര കിട്ടും? ഇവിടെ 2 3ഉം ഇവിടെ ഒരു 3ഉം ഒരു 2ഉം, ഇവിടെ ഒരു 3ഉം, അവിടെ ഒരു 3 2ഉം 8ഉം 5 8 16 കിലോ വരെ വലുതിൽ കൊള്ളിക്കാൻ കഴിയും നമുക്ക്. അതിൽ കൂടുതൽ കൊള്ളിക്കാൻ കഴിയില്ല എന്നാണ്, കഴിയുമെന്നാണ് ഇവർ ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നത്. പക്ഷേ അത് കുറച്ച് ഡേഞ്ചറാണ്. അധികം ടൈറ്റാക്കാൻ കഴിയില്ല. പിന്നെ ആ ഒരു സീനുണ്ട്. ഇതിപ്പോൾ പൊട്ടീന്, ചിലപ്പോൾ റിട്ടേൺ അയക്കേണ്ടി വരും. എന്താ അറിയില്ല, കഴിയണമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഇത് അൺബോക്സിങ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യുക, ഡു സബ്സ്ക്രൈബ്. അപ്പം അത്രേ ഉള്ളൂ.